ഗുഡ് ഈവനിങ് മാറ്റിനി ഫ്രീബിലാലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മൾ തിരുക്കുറളിൻ്റെ 15ാമത്തെ അധ്യായത്തിലേക്കാണ് നീങ്ങുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ വളരെ പ്രാധാന്യമുള്ള ഒരു പുസ്തകം, തമിഴിലെ അനശ്വര കാവ്യമാണ് എന്ന് പറയാൻ പറ്റുന്ന ധർമ്മശാസ്ത്ര ഗ്രന്ഥമാണ് തിരുക്കുറൾ. അതിലെ പ്രധാനമായും മൗലികത, സാർവജനനിത, അതുപോലെ തന്നെ സമകാല പ്രശസ്തി, സരളത, ഗഹനത തുടങ്ങിയ എല്ലാ ഗുണവിശേഷങ്ങളും അടങ്ങിയിരിക്കുന്ന ഒരു വിശിഷ്ട കൃതിയായിട്ട് ഇതിനെ നമുക്ക് കാണാം. 150 അധ്യായങ്ങളായി 1330 കുറളുകളാണ് ഇതിനകത്തുള്ളത്. ഓരോ ഗ്രന്ഥത്തിലും ഓരോ കുറളിലും വളരെ അർത്ഥപൂർണമായ ഒത്തിരി കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ 15ാമത്തെ അധ്യായത്തിലേക്ക് നമുക്ക് നീങ്ങാം. ഇന്ന് മോഹൻദാസ് സാറിലൂടെ, ജോഷി സാറിലൂടെയൊക്കെ അതിൻ്റെ കൂടുതൽ നമുക്ക് ഗ്രഹിക്കാം. സോ നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം മോഹൻദാസ് സാറിനെയും ജോഷി സാറിനെയും. മോഹൻദാസ് സാർ, യുവർ വെൽക്കം. ഓക്കെ, ഇന്ന് നമ്മുടെ മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ആ തിരുക്കുറൾ ക്ലാസ് ആണ്. ഇന്ന് മാറ്റ്നി ഫ്രീ വെബിനാറിന്റെ 1267 ദിവസമാണ്. തിരുക്കുറളിന്റെ 15ാം ദിവസവും. ഈ സന്ദർഭം ഒരുക്കി തന്ന സാബു സാറിനും എന്നോടൊപ്പം നിൽക്കുന്ന ജോസി ജോസഫ് സാറിനും വളരെയധികം കടപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഒരു ഉത്സാഹവും അനുവിന്ദ ബാലന്റെ തുടക്കവുമാണ് നമ്മുടെ ഈ 15 അധ്യായത്തിലേക്ക് വന്ന് നിൽക്കുന്നത്. കുറെ പേർക്ക് നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കാരണം അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നത്, പഠിക്കാൻ ഒരു അവസരം കിട്ടാതെ പോയത്, ഇപ്പോൾ അവരൊക്കെ അത് കിട്ടുന്നുണ്ട്. അവർ യൂട്യൂബിലൊക്കെ നോക്കുന്നുണ്ട്. അതിൽ കൂടി വളരെയധികം കാര്യങ്ങള് ജീവിതത്തിൽ പകർത്താൻ അവർക്ക് ഉപകരിക്കുന്നു എന്നും കൂടി കേൾക്കുന്നൊരു സന്തോഷമുണ്ട്. ഇതുവരെ നമ്മൾ നോക്കിയത് തിരുക്കുറൾ എത്രയോ 2000 വർഷങ്ങൾക്ക് മുമ്പ് രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥമാണ്. ജീവിത ശൈലിയിൽ നിന്നുള്ള ഒരു പകർത്തിയെടുത്ത ജീവിത ഗ്രന്ഥമാണത്. അപ്പൊ ആദ്യമായിട്ട് ഈ പറഞ്ഞ 133 അധികാരങ്ങളെ 3 ഭാഗങ്ങളായിട്ടാണ്, അറം, പൊരുൾ, ഇன்பം എന്ന് തമിഴിലും, മലയാളത്തില് ധർമ്മപ്രകരണം, ഭക്തപ്രകരണം, കാമപ്രകരണം. സാധാരണയിലെ കവികളോ ഋഷിമാരോ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ ഈ 3ാമത്തെ ഭാഗം കാമപ്രകരണത്തെ കുറിച്ച് അങ്ങനെ പറയാറില്ല. അത് നിത്യജീവിതത്തിൽ ഒരു സ്ത്രീയും പുരുഷനും, ഗൃഹനാഥനും അവന്റെ പത്നിയുമായിട്ടുള്ള ബന്ധത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ കാമുകൻ കാമുകിവരുടെയുള്ള ഒരു ശല്ലാപത്തെയാണ് കുറിക്കുന്നെങ്കിലും അതിന് പോലും തിരുവള്ളുവർ വളരെ നൈസർഗികമായിട്ടുള്ള രീതിക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്, അതിന്റെ ഉന്നതിയിലേക്ക്. അപ്പൊ ധർമ്മപ്രകരണവും അർത്ഥപ്രകരണത്തിലുള്ളതിലെയാണ് ആദ്യം ധർമ്മപ്രകരണം. അതിൽ ആദ്യത്തെ അധികാരത്തിൽ തിരുവള്ളുവർ പറഞ്ഞിരിക്കുന്നത് ദേവസ്തുതി. എല്ലാ അക്ഷരമാലയ്ക്കും അകാരം ആദ്യ അക്ഷരം പോലെ ഈ പ്രപഞ്ചത്തിനും ആദി ഭഗവാനാണ് ആദ്യമായിട്ട് മുതലായിട്ട് ഭവിക്കുന്നത് എന്ന്. രണ്ടാമത്, ഈ ലോകം പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ വർഷം അല്ലെങ്കിൽ മഴ വേണം. ജലാംശം ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കില്ല. അതുകൊണ്ട് വർഷപ്രശസ്തി എന്ന 2ാമത്തെ അധ്യായവും. 3ാമത്തത്, ഈ ദേവസ്തുതിയും വർഷപ്രശസ്തിക്ക് വേണമെന്നുണ്ടെങ്കിൽ സന്യാസ മഹിമ, നല്ല പണ്ഡിതന്മാരും ഋഷിവരന്മാരും വേണം എന്നുള്ളതായിരുന്നു. അപ്പൊ സന്യാസ മഹിമയായിരുന്നു 3ാമത്തെ അധ്യായം. 4ാമത്തെ ധർമ്മ മഹാത്മ്യം. ഈ ധർമ്മം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ചം നിലനിന്ന് പോകുന്നത്. അതുകൊണ്ട് ധർമ്മത്തിന്റെ ആവശ്യം, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു 4ാമത്തത്. ഈ 4 കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പം ഈ 4 നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അതിനെ പരിപോഷിക്കുന്ന ഒരാൾ വേണം. അതാണ് ഗൃഹസ്ഥാശ്രമം എന്ന് പറഞ്ഞിട്ട് ഗൃഹനാഥൻ, അല്ലെങ്കിൽ ഒരു ചെറിയ സമൂഹത്തിലെ ഏറ്റവും ചെറിയ അംശമായ കുടുംബത്തിനെ കുറിച്ച് കവി പറയുന്നത്. അങ്ങനെ ഒരു കുടുംബത്തിൽ ഗൃഹസ്ഥാശ്രമം ജീവൻ നയിക്കുന്ന ഒരാൾ വേണം ഈ കാര്യങ്ങൾ പോറ്റിക്കൊണ്ടുപോകാൻ. ആ ഗൃഹസ്ഥനോടൊപ്പം തന്നെ നിൽക്കേണ്ടതാണ് കുലപത്നി. ആ കുലപത്നിയുടെ ധർമ്മം എന്തായിരിക്കണം എന്നൊക്കെ പറഞ്ഞു അടുത്ത അദ്ദേഹത്തിൽ പറഞ്ഞു. ഈ ഗൃഹസ്ഥനും കുലപത്നിയും നയിക്കുന്ന കുടുംബത്തിൽ ഉണ്ടാകുന്ന പുത്രൻ അല്ലെങ്കിൽ പുത്രി, അവരെ കുറിച്ചായിരുന്നു സൽപുത്ര ലാഭം എന്നുള്ള
അധ്യായത്തിൽ പറഞ്ഞു വെച്ചത്. ഇത് കഴിഞ്ഞിട്ട് അടുത്തത് പറഞ്ഞത് ഇതിനൊക്കെ ഒരു കുടുംബം നിലനിൽക്കണമെങ്കിൽ വേണ്ടത് ജീവൻ തുല്യമായ സ്നേഹമാണ്, ജീവസ്നേഹം എന്ന് പറഞ്ഞു. ആ ജീവസ്നേഹത്തിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ ചുറ്റുമുള്ള ബന്ധുമിത്രാദികൾ, അവരെയൊക്കെയുള്ള അവരെ എങ്ങനെ സ്വീകരിക്കണം, അവരെ എങ്ങനെ പരിപോഷിക്കണം എന്നുള്ളതിനാണ് അതിഥി പൂജ എന്ന അധ്യായം വന്നത്. ആ അതിഥി പൂജയുടെ ഒപ്പം തന്നെ അടുത്ത് പറഞ്ഞത്, അങ്ങനെ ഒരാൾ വന്ന അല്ലെങ്കിൽ ആ ബന്ധുമിത്രാദികൾ വന്നാൽ അവരോട് എങ്ങനെ സംഭാഷണം നടത്തണം എന്നുള്ളതായിരുന്നു. മധുര സംഭാഷണം വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരാൾ ചെയ്ത ഉപകാരം ഒരിക്കലും, ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, അത് നമ്മളത് മറക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഉപകാരസ്മരണ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിലേക്ക് വന്നു. അത് കഴിഞ്ഞാൽ അടുത്തത് വന്നിട്ട് നിഷ്പക്ഷത. രണ്ട് കൂട്ടർ തമ്മിൽ, രണ്ട് സുഹൃത്തുക്കൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് മധ്യസ്ഥനായി നിൽക്കുന്ന ആളുടെ നിഷ്പക്ഷത എങ്ങനെ ആയിരിക്കണം എന്നുള്ള കുറിച്ചായിരുന്നു പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് അടുത്ത അദ്ദേഹത്തിലെ സംയമനം, നിഷ്പക്ഷത കഴിഞ്ഞത് സംയമനം എങ്ങനെ, നമ്മുടെ ഏതൊക്കെ സാഹചര്യത്തിൽ ഭവിച്ചാലും അവിടെ ഒരു സംയമനം വേണം, എന്നെങ്കിൽ മാത്രമേ അത് ജീവിതത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നുള്ളതായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിനേക്കാൾ പ്രയോജനം വളരെ പ്രശസ്തിയുള്ളതാണ് സദാചാരം. ഒരാളുടെ സ്വഭാവ ഗുണങ്ങളെ കുറിച്ചായിരുന്നു അടുത്ത സദാചാരത്തെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോ നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ശ്രവിക്കാൻ പോകുന്നത് 15ാമത്തെ അധ്യായമാണ്. പിറനിൽ വിഴയാമൈ. പിറനിൽ വിളയാമൈ എന്ന് പറയുന്നതിന് പിറൻ അന്യന്റെ, വിഴയാമൈ കാംക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ്. മലയാളത്തില് അന്യന്റെ ഭാര്യയോടുള്ള ആസക്തി ഇല്ലായ്മ എന്നുള്ളത് പറഞ്ഞു. അല്ലെങ്കിൽ ഒന്നുകൂടി മലയാളത്തിൽ പറയുകയാണെങ്കിൽ പരസ്ത്രീ സംഗമ വിലക്ക്. ഇംഗ്ലീഷില് നോ ടു അഡൾട്ടറി എന്ന് ഇത്രയും കേട്ട് പറയുന്നത്. ആദ്യത്തെ കുറളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. 151 കുറൾ നമ്പർ. അന്ധമായ കാമത്തിന് വിധേയനായി അന്യന്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നതിനെതിരെ ബോധവൽക്കരണം നടത്തുകയാണ് ഈ അധികാരത്തിൽ. സദാചാര ചിന്തയ്ക്ക് തൊട്ടടുത്തതായി ഈ അധികാരം ബന്ധിച്ചിരിക്കുന്നത് പ്രത്യേക ശ്രദ്ധ അർഹിക്കുന്നു. 151 കുറൾ. പിറൻ പൊരുളാൾ പെട്ടൊഴുകും പേദമൈ ஞாலத்து അറമ്പൊരുൾ കണ്ടാർക്കൺ ഇൽ. പിറൻ പൊരുളാൾ, പിറൻ അന്യന്റെ, പൊരുളാൾ സ്വത്തായി ഇരിക്കുന്നവളായ സ്ത്രീയെ, പെട്ട് ആശിച്ച്, ഒഴുകും നടക്കുന്ന, പേദമൈ വിവേക ശൂന്യത, ஞாலത്ത് ഈ ഭൂമിയിൽ, അറം ധർമ്മശാസ്ത്രം, പൊരുൾ അർത്ഥശാസ്ത്രം എന്നിവ, കണ്ടാർക്കൺ ആരാഞ്ഞറിഞ്ഞവരായ ജ്ഞാനികളിൽ ഇൽ ഉണ്ടാവുകയില്ല. അന്യന്റെ സ്വത്തായിരിക്കുന്നവളായ സ്ത്രീയെ ആശിച്ച് നടക്കുന്ന വിവേക ശൂന്യത ഭൂമിയിൽ ധർമ്മശാസ്ത്രവും അർത്ഥശാസ്ത്രവും ആരാഞ്ഞറിഞ്ഞവരായ ജ്ഞാനികളിൽ ഉണ്ടാവുകയില്ല എന്ന ആദ്യത്തെ കുറൽ കൂടി പിറനിൽ വിഴാമയുടെ പ്രസക്തി പറയുന്നുണ്ട്. അതായത് ധർമാർത്ഥ ശാസ്ത്രങ്ങളുടെ പൊരുൾ അറിഞ്ഞവരായ മഹത്തുക്കൾ അന്യന്റെ സ്വകാര്യ സ്വത്തായിരിക്കുന്ന സ്ത്രീയെ മോഹിച്ചു അലയുന്ന വിവേകശൂന്യമായ നിലയിലേക്ക് ഒരിക്കലും അധപതിക്കുകയില്ല. അന്യന്റെ സ്വത്ത് കയ്യേറാൻ നോക്കുന്നത് തന്നെ പാപമാണ്. ഒരുവന്റെ ഭാര്യയാകട്ടെ തികച്ചും അവൻ്റേത് മാത്രമായ സ്വകാര്യ സ്വത്താണ്. അത് കൈയടക്കാൻ ശ്രമിക്കുന്നത് വെറും പാപമല്ല, മഹാപാപമാണ് എന്ന് തന്നെ പറയണം. കനകം മൂലവും കാമിനി മൂലവുമാണല്ലോ ലോകത്തിൽ കലഹങ്ങൾ ഉണ്ടാകുന്നത്. അത്തരം സംഭവങ്ങൾക്ക് ഉദാഹരണമായി ഇതിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അന്യഭഗ്നി കാമമൗഢ്യം. ഈ ഭൂമിയിൽ ധർമാർത്ഥ അറിയുവോർക്കില്ല. അധ്യായം 15. തലക്കെട്ട് പരസ്ത്രീ സംഗമം അരുത്.
വേണമെങ്കിൽ നമുക്ക് ഇത് പരസ്ത്രീ സംഗമമാക്കണ്ട, പുരുഷ സംഗമവും അരുത് എന്ന് പറയുന്നതിനും തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും ഇതിൽ പറയുന്ന അനുസരിച്ചുള്ള ആദ്യത്തെ കുറൽ, അന്യന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന വളരെ വളരെ മോശമാണ്. അത് ഒരുവന്റെ അറിവില്ലായ്മയിൽ നിന്നും സംഭവിക്കുന്നതാണ്. എല്ലാം പഠിച്ചാലും ഈ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവൻ അറിവില്ലാത്തവനാണ്. ധർമ്മിഷ്ഠനായ ഒരു മനുഷ്യന് ഒട്ടും ചേർന്നതും അല്ല ഇത്. ഈ ഖുറൽ ബൈബിളുമായി ഒരുപാട് ചേർന്ന് പോകുന്നതാണ്. ദൈവ കൽപ്പനകളിൽ 9-ാം പ്രമാണമാണ് അന്യന്റെ ഭാര്യയെ മോഹിക്കരുത് എന്നുള്ളത്. ക്രിസ്തുവിന് ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള പഴയ നിയമത്തിന്റെ വിവിധ ഭാഗങ്ങളിലും, അതായത് BC 1400-നും തൊട്ടിങ്ങോട്ട് അതിൻ്റെ ഒരു കാലഗണന കൂട്ടാവുന്നതാണ് പഴയ നിയമത്തിൻ്റെത്. പുതിയ നിയമം ഏതാണ്ട് ക്രിസ്തുവിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ തിരുക്കുറളിന്റെ കാലഘട്ടം. ഈ 2 പുസ്തകങ്ങളിലും ബൈബിൾ വളരെ കൃത്യമായി ഈ വിഷയം പ്രതിപാദിക്കുന്നുണ്ട്. ഓവർ. Ignorance of longing for another spouse won't be present in righteous men. Okay, 142. குறள் 142. அரண்கடை நின்றாருள் எல்லாம் പിറൻകടൈ നിന്റാരിൻ പേദയാർ ഇൽ. അവിടെ ഒരു പ്രാസം വരുന്നുണ്ട്. അറൺകടൈ, പിറൻകടൈ. ഇവിടെ കടൈ എന്ന് പറയുന്നത് നമ്മൾ കട എന്ന് പറയുന്ന ആ അർത്ഥത്തിലല്ല. അറൺകടയ, ധർമ്മത്തിൽ. അറൻ എന്ന് പറയുമ്പോൾ ധർമ്മത്തിൽ. അതുപോലെ പിറൻകടൈ, മറ്റൊരാളുടെ ഇടത്തിൽ എന്നുള്ള ആ ഇൽ എന്നുള്ള മീനിങ്ങിനാണ് ആ പ്രാസം വന്നിരിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം. അറൺകടൈ നിന്റാരുൾ എല്ലാം പിറൻകടൈ നിന്റാരിൻ പേദയാർ ഇൽ. അത് ഒരാൾ കാമത്തിന്റെ അടിമയായി ആയ ഒരാൾ. അറൺകടൈ പാപത്തിൽ, നിന്റാരുൾ എല്ലാം നിബന്ധിച്ചവരുടെ എല്ലാം കൂട്ടത്തിൽ, പിറൻകടൈ അന്യന്റെ വാതിൽക്കൽ അവന്റെ പത്നിയെ കൈയടക്കുവാൻ വേണ്ടി നിന്റാരിൻ നിൽക്കുന്നവരെ പോലെയായ അത്തരം അധമന്മാരെക്കാളും പേദയർ വലിയ വിഡ്ഢികൾ ഇല്ല തന്നെ. അതായത് ഈ കാമത്തിന്റെ വശപ്പെട്ട് അതിന്റെ അടിമയായി ഇരിക്കുന്ന ഒരാള് ആ ഭാവത്തിൽ നിന്നുകൊണ്ട് എല്ലാം നിബന്ധിച്ചവരുടെ എല്ലാം കൂട്ടത്തിൽ അന്യന്റെ വാതിക്കൽ അവന്റെ പത്നിയെ കൈയെടുക്കാൻ വേണ്ടി നിൽക്കുന്നവരെ പോലെ വലിയ വിഡ്ഢികൾ ആണ്. അതിനേക്കാൾ വലിയ വിഡ്ഢികൾ വേറെ ഇല്ല എന്നുള്ളത്. എല്ലാ കാമാർത്ഥന്മാരും അധർമ്മിഷ്ഠൻ തന്നെ. എന്നാൽ അന്യന്റെ ഭാര്യയെ മോഹിച്ച് അവരുടെ വാതിൽക്കൽ കാത്തു കെട്ടിക്കിടക്കുന്നവനുണ്ടല്ലോ, അവനത്രേ ഏറ്റവും വലിയ മൂഢൻ. പാവത്തിൽ ചവിട്ടി നടക്കുന്നവരാണല്ലോ സ്ത്രീ ജിതന്മാർ. ഹീന സ്ത്രീകളെയും വേശ്യകളെയും കണ്ട് മയങ്ങുന്നവർക്ക് ഏകപത്നി വ്രതം വിട്ട് പലരുമായി ജീവിക്കുന്നവർക്കും ധനനഷ്ടത്തോടൊപ്പം മാനനഷ്ടവും ഫലം. എന്നാൽ പരതരാശക്തിയോടെ അന്യഗ്രഹം കാക്കുന്നവർക്ക് ഇവയ്ക്കെല്ലാം പുറമെ പാപഭയവും കുറ്റബോധവും കൊണ്ടുള്ള സുഖനഷ്ടം കൂടി സംഭവിക്കുന്നു. നാണക്കേടിന്റെ പുറത്ത് അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് സ്വയം ഭ്രഷ്ടനാകാൻ വേണ്ടി മാത്രം ജീവൻ തുലയ്ക്കുന്ന അവൻ തന്നെയാണ് ഏറ്റവും വലിയ വിഡ്ഢി. കാമാർത്തരാം ധർമ്മ സൂര്യനിൽ കാമാർത്തരാം
ധർമ്മശൂന്യരിൽ പരാതര വാതിൽ കാപ്പോനേറെ മൂടൻ. നന്മയില്ലാത്ത നീചന്മാരോ അധർമ്മികളായ മൂടന്മാരോ ആണ് അന്യരുടെ ഭാര്യയെ സ്വന്തമാക്കാൻ അവരുടെ വീട്ടുപടിക്കൽ തക്കം പാർത്ത് കഴിയുന്നത്. ഇതിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് ഇത്തരത്തിൽ കാണാൻ പറ്റും. വ്യഭിചാരം ഒരുവൻ തന്നോട് തന്നെ ചെയ്യുന്ന പാപമാണ്. മറ്റെല്ലാ പാപങ്ങളും ശരീരത്തിന് വെളിയിലാണ്. 1 കൊറിന്ത്യർ അധ്യായം 6:13 മുതലുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. അഥവാ ഒരുവൻ തന്നോട് തന്നെ ചെയ്യുന്ന ആത്മവഞ്ചനയാണിത്, ഈ കാത്തുകെട്ടി കിടപ്പ്. ഓവർ. Idiots forgetting every good action and doing erroneous deeds, weighted doubts of others' wife for chance. 143. കുറാൻ 143. വിളിന്താരിൻ വേറല്ലർ മன்ற തെളിന്താരിൽ തീമൈ പുരുന്ത് ഒഴുകുവാർ. അവിടെയും പ്രാസം വരുന്നുണ്ട്. വിളിന്താരിൻ തെളിന്താരിൽ. ഇവിടെ ഞാൻ വാക്കുകൾ ആദ്യം എടുക്കുന്നത് ഇതിലെ മൂന്നാമത്തെ വാക്കാണ്. മன்ற, മനസാക്ഷി കുത്തില്ലാതെ. മன்ற മനസ്സിന്റെ എന്നുള്ളതിലാണ് മன்ற, മനസാക്ഷി കുത്തില്ലാതെ. അടുത്തത് അതിന്റെ തൊട്ടടുത്ത വാക്ക് തെളിന്ത്. തെളിന്താർ, തങ്ങളെ നല്ലവരെന്ന് പൂർണ്ണമായി വിശ്വസിച്ച് അംഗീകരിച്ച ഒരാളിന്റെ. അത് രണ്ട് സുഹൃത്തുക്കളെയാണ് അവിടെ കവി താരതമ്യം ചെയ്യുന്നത്. ഒരു സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ അങ്ങേയറ്റം വിശ്വസിച്ച് തൻ്റെ ഉറ്റമിത്രമായി കൊണ്ടു നടക്കുമ്പോൾ, അതാണ് പറയുന്നത്. മനസാക്ഷി കുത്തില്ലാതെ തങ്ങളെ നല്ലവരെന്ന് പൂർണ്ണമായി വിശ്വസിച്ചു അംഗീകരിച്ച ഒരാളിന്റെ എന്ന് പറയുമ്പം ഇല്ലം എന്നുള്ള ഇല്ലത്തിലുള്ളവളുടെ, ആ ഇല്ലത്തിൽ വീട്ടിൽ ഉള്ളവളുടെ ഭാര്യയുടെ നേരെ തന്നെ. അടുത്ത വാക്ക് തീമൈ, രണ്ടാമത്തെ വരിയിലെ ആദ്യത്തെ വാക്ക് എടുക്കണം. തീമൈ, മഹാപാപം. പുരിന്ത്, ചെയ്യാൻ മുതിർന്ന്. ഒഴുകുവാർ, നടക്കുന്നവർ. അതായത് രണ്ട് മിത്രങ്ങളെയാണ് പറഞ്ഞത്. അതിൽ ഒരു മിത്രം അല്ലെങ്കിൽ മറ്റു മിത്രം പരസ്പരം നല്ല ധാരണകൾ കൂടി വിശ്വാസത്തിൽ കൂടി കഴിയുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ ഭാര്യയെ കാമിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷം അത് ഏറ്റവും വലിയ പാപമാണ്. അത് മാത്രമല്ല, ആ മിത്രം അവൻ ജീവനുള്ളവരായിരുന്നാലും വിളിന്താരിൻ, ആദ്യത്തെ വാക്ക് വരുന്നത് വിളിന്താരിൻ. വിളി എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടു പോയ, ചത്തവരെക്കാൾ, വേറല്ലർ, വ്യത്യസ്തരല്ല. അപ്പം കവി ആദ്യം പറഞ്ഞു മന്റെ തെളിന്താരിൽ തീമൈ ഉരിന്തൊഴുവാർ. അത് മനസാക്ഷി കുത്തില്ലാതെ മറ്റൊരാളുടെ ഭാര്യയെ കാമിച്ച് നടക്കുന്ന ഒരുവൻ ജീവനുണ്ടെങ്കിൽ പോലും ജീവനില്ലാത്ത മരണപ്പെട്ട ശവത്തിനെ പോലെ ആണ്. അത്രയ്ക്ക് നീചമായ ഒരു ചിന്തയാണ് എന്ന് കവി പറയുന്നുണ്ട്. തന്നെ പൂർണ്ണമായും ആത്മാർത്ഥമായും വിശ്വസിക്കുന്ന ഒരു ഉത്തമന്റെ ഇഷ്ടത്തോഴന്റെ കുടുംബിനിയെ കാമിക്കുവാനും പ്രാപിക്കുവാനും തക്കം പാർക്കുന്നവൻ ജീവനുണ്ടെങ്കിലും പ്രേതമാകുന്നു. ഇത്ര കടുത്ത ഒരു വിശ്വാസവഞ്ചന ജീവനുള്ള മനസാക്ഷിയുള്ള ഒരുവൻ തൻ്റെ ആത്മസുഹൃത്തിനോട് ഒരിക്കലും ചെയ്തു കൊടുത്തതാണ്. അതുകൊണ്ടാണ് അവനെ ജീവിക്കുന്ന ശവം എന്ന് തിരിച്ചറിഞ്ഞത്. മാത്രമല്ല, ജീവന് ധന്യത നൽകുന്ന ധർമാർത്ഥ കാമമോക്ഷങ്ങൾ അവനെ കൈവിടുകയും ചെയ്യുന്നു. അങ്ങനെ നിഷ്ഫലമാകുന്ന ജീവൻ അവനെ ശവം ആക്കുന്നു.
വെളുந்தாറിൻ പേരല്ലർ மன்ற தெளிந்தாரில் தீமை புரிந்து ஒழுகுவார். ജീവിക്കലും ശവം നമ്പുന്ന തോഴന്റെ ഛായയിൽ കാമം മുഴുത്തോൻ. തന്നിൽ വിശ്വാസമർപ്പിച്ചവന്റെ ഭാര്യയെ പ്രാപിച്ച് പാപം ചെയ്യുന്നവൻ മരിച്ചവന് തുല്യമാണ്. സുവിശേഷം സെന്റ് മാത്യൂസ് ഗോസ്പൽ 5:28 പറയും. അല്പം കൂടി കടന്നാണ് അവിടെ പറയുക, ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അപ്പോൾ തന്നെ പാപം ചെയ്തു കഴിഞ്ഞു. ആക്ഷൻ തന്നെ വേണ്ട, ഹൃദയത്തിൽ നിരൂപിച്ചാൽ തന്നെ ഇത് പെശകാണ്. ഇവിടെ തിരുക്കുറൽ വളരെ രൂക്ഷമായി പറയുന്നു, അവൻ ശവത്തിന് തുല്യമാണ്. ഓവർ. One doing evil by using wives of trusted friend is not different from the dead. Okay, 144. குறள் 144. ஏனை துணையர் ஆயினும் என்னாம் திணைத்துணையும் തേരാൻ പിറനിൽ പുകൽ. ഇവിടെയും വാക്കുകളൊക്കെ ഞാൻ അല്പം ഒന്ന് ആദ്യം എടുക്കുന്നത് ആദ്യത്തെ വരിയിലെ 4ാമത്തെ വാക്കാണ്. തിനൈത്തുണയും. തിനൈ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വരെ കുറളിൽ വന്നപ്പോൾ. തിന എന്ന് പറഞ്ഞാൽ ഏറ്റവും മില്ലറ്റ് അല്ലെ ഏറ്റവും ചെറിയ ധാന്യം, മില്ലറ്റ്. ഇതിനെ കടുകിനെക്കാളും ചെറുതായിട്ട് കാണുന്നതാണ്. അങ്ങനത്തെ അതിന്റെ അളവിന് അല്ലെങ്കിൽ അതിന്റെ രൂപത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കവി പറയുന്നത്. തിനൈ തുണൈ തഞ്ച് ചെയ്യുന്നതാണ് അവിടെ പറഞ്ഞത്. അത് ചെറിയ രീതിക്ക് അല്പം ചെറിയൊരു ഉപകാരമാണ് ചെയ്തെങ്കിൽ പോലും അത് പനയോളം വലുതായിട്ട് കവി അല്ലല്ല അത് നന്മ ലഭിക്കുന്നവർ കാണും എന്ന് കവി പറയുന്നുണ്ട്. അതേ തിന തന്നെയാണ് ഇവിടെയും പറയുന്നുണ്ട്. ആദ്യം 4ാമത്തെ വരിയിൽ വരുന്ന തിനൈത്തുണയും. അതായത് ഈ കാമ മൂഢതയാൽ തിനയോളം ചെറിയ അളവിൽ പോലും തേരാൻ തന്റെ പിഴയെ പാവത്തെക്കുറിച്ച് ചിന്തിക്കാതെ എന്നിട്ട് 3ാമത്തെ വാക്ക് പിറൻ ഇൽ. പിറൻ അന്യന്റെ ഇൽ. നേരത്തെ നമ്മൾ പറഞ്ഞുകൊണ്ട് ഇൽ എന്ന് പറയുമ്പോൾ ഇല്ലത്തിലുള്ളവൾ ഭാര്യയോട്. പുകൽ ചേരൽ ചേരുന്നവർക്ക് അവർ. എന്നിട്ട് ആദ്യത്തെ വാക്ക് വരികയാണ്. ഫസ്റ്റ് ലൈനിലെ ആദ്യത്തെ വാക്ക് എനെ തുണൈരായനും. എനെ തുണൈരായനും എന്ന് പറഞ്ഞാൽ എത്ര തന്നെ മഹത്വങ്ങൾ ഉള്ളവരാണെങ്കിൽ പോലും എന്നാം എന്താണ് ഒരു മെച്ചം. അപ്പോ തിണൈ 4ാമത്തെ വാക്ക് തുടങ്ങിയാണ്. തിനൈത്തുണയും തേരാൻ പിറനിൽ പുകൽ എനത്തുണയാർ ആയിനും. എത്ര മഹത്വമുള്ള ആളാണെങ്കിലും മനസ്സിൽ തിനയുടെ അത്ര ചെറിയ അംശത്തിൽ പോലും അങ്ങനത്തെ ഒരു ആഗ്രഹം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ആൾക്ക് എത്ര മഹത്വങ്ങൾ ഉണ്ടായിട്ടും അതിൽ എന്തെങ്കിലും മെച്ചമുണ്ടോ? തിന അളവ് പോലും സ്വന്തം പാവത്തെക്കുറിച്ച് ചിന്തിക്കാതെ കാമമൂഢതയാൽ അന്യന്റെ പത്നിയെ പ്രാപിക്കുന്നവർക്ക് എന്തൊക്കെ മഹത്വങ്ങൾ ഉണ്ടായാൽ തന്നെ എന്താണ് ഒരു ഫലം? ഈ ഒരൊറ്റ പാവം കൊണ്ട് അതെല്ലാം നിഷ്ഫലമായി തീരുന്നു. ഇവിടെ കവി ഒരു നമ്മുടെ രമേശൻ നായരെ ഒരു ഉപമ അല്ലെങ്കിൽ നമ്മുടെ പുരാണങ്ങളിൽ നിന്നുള്ള ഒരു സംഭവം എടുത്ത് പറയുന്നുണ്ട്. കപടവേഷത്തിൽ അഹല്യയെ പ്രാപിച്ച ദേവേന്ദ്രന്റെ കഥ ഓർക്കുക. ആ ഒരു ഒറ്റ പിഴ കൊണ്ട് സർവമഹത്വവും അദ്ദേഹത്തിന്റെ പോയില്ലേ എന്നാണ് കവി പറയുന്നത്. അതായത് ദേവേന്ദ്രൻ ദേവന്മാരുടെയൊക്കെ തലവനാണ്, അല്ലെങ്കിൽ അവരുടെയൊക്കെ രാജാവാണ്. പക്ഷെ മനുഷ്യന് ആ ചാവല്യങ്ങളെല്ലാം, ഒരു സാധാരണ മനുഷ്യനുണ്ടാകുന്ന ചാവല്യങ്ങൾ എല്ലാത്തിൻ്റെയും രൂപമായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ ഈ അഹല്യയെ ഒന്ന് പ്രാപിക്കാൻ വേണ്ടിയിട്ട് വേഷം മാറി വന്ന്
പ്രാപിക്കാൻ വരുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് കൗസല്യയുടെ ഒരു ശാപം മൂലം അങ്ങയുടെ ആ താടി സ്വർണമായി മാറുന്നു എന്നാണ് പറയുന്നുണ്ട്. പിന്നെ കുറെ കഴിയുമ്പോൾ മഹാഭാരതത്തിൽ വരുമ്പോൾ ഉള്ള ഒരു ഇതാണ് പറയുന്നത്. അകല്യ മോശം ഒക്കെ പിന്നെ ഉണ്ടാവുന്നുണ്ട്. അത് കേട്ടിട്ടുണ്ട്. അതിന് പൂർണ്ണമായിട്ട് ഞാൻ അത് ഓർക്കുന്നില്ല. ആ എത്രയോ സൽഗുണ സമ്പന്നനായ ദേവേന്ദ്രന് പോലും ഇങ്ങനെ ഒരു അബദ്ധ വിചാരം വന്നുപോയി. അതുകൊണ്ട് മറ്റ് ദേവന്മാരെ പോലെയോ അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങളെ പോലെയോ ഒന്നും ദേവേന്ദ്രനെ ആരും പൂജിക്കുന്നില്ല എന്ന് പറയുന്നു. മഹിമ എന്തുണ്ടെങ്കിലും ധന്യ പത്നിയിൽ തിനയളവും ഓർക്കാതെ ചേർന്നാൽ കടുകുമണിയേക്കാൾ ചെറിയ ഒന്നാണ് ഭക്ഷണത്തിനും പക്ഷികൾക്കുമൊക്കെ കൊടുക്കാൻ ഉപയോഗിക്കുന്ന മില്ലറ്റ് തിനമണി. ആ മണിയുടെ അളവിനത്ര പോലും വിശ്വാസ്യത നഷ്ടപ്പെടുത്തി പരസ്ത്രീ ഗമനം നടത്തുന്ന വ്യക്തി എത്ര ഉന്നതനോ ഭൗതികമായി കീർത്തിമാനോ ആയാലും വളരെ മോശമാണ്. According to St. Matthew's Gospel, chapter 15, verse 19, വ്യഭിചാരം ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്നു. ബുദ്ധിയും ശക്തിയുമൊക്കെ ഉണ്ടെങ്കിലും അവന്റെ ഹൃദയം, അവന്റെ ഉള്ള് മലിനമാണ്. ഓവർ. Without thinking even to the measure of a tiny grain, one use another's wife, endless curselingers. 145. കുറൽ 145. എളിതന് ഇൽ ഇറപ്പാൻ എഴുതും എഞ്ഞാൻറും വിളിയാത് നിൽക്കും പഴി. എളിതന്നെ എളിമായിട്ടുള്ളത് എളിതന്നെ ഇൽ ഇറപ്പാൻ എഴുതും എഞ്ഞാൻറും വിളിയാത് നിൽക്കും പഴി. എളിതന്നെ ഇവളെ പ്രാപിക്കൽ അനായാസമാണ് എന്ന് കരുതി അതിന്റെ അനന്തരഫലങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇവിടെ അതേ വാക്ക് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇല്ലത്തിലുള്ള അന്യന്റെ പത്നിയെ ഇറപ്പാൻ പ്രാപിക്കാൻ നോക്കുന്നവൻ എഞ്ഞാണ്ടും എക്കാലത്തും വിളിയാത് അഴിയാതെ നിൽക്കും പഴി നിലനിൽക്കുന്ന മഹാഭാവത്തെ പഴിയെ എഴുതും നേടി വയ്ക്കും. അന്യന്റെ പത്നിയെ സന്ദർഭവശാൽ അനായാസമായി തന്നെ അവിഹിതമായ കാമപൂരണത്തിന് ലഭിക്കുമല്ലോ എന്ന് കരുതി അതിന് തുനിഞ്ഞിറങ്ങുന്ന ഒരുവൻ കാലാന്തരങ്ങളിലും തന്നെ വിട്ടൊഴിയാത്ത മഹാഭാവവും വഴിയും നേടിവയ്ക്കുന്നു. എഴുതന്നെ ഇറപ്പാൻ എഴുതും എഞ്ഞാണ്ടും വിളിയാതെ നിൽക്കും പഴി. എളുതെന്ന് പരഭക്തിയോട് ചേരുവാൻ നേടും ഒഴിയാത്ത പഴി എന്നുമെന്നും. ഇത് ഒരു നിസാര കാര്യമല്ലേ എന്ന ചിന്തയിൽ അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവന്റെ പേരിലുള്ള പാപക്കറയും പഴിയും എക്കാലവും നിലനിൽക്കും. വളരെ നല്ലൊരു ഉദാഹരണം വേദപുസ്തകമായ ബൈബിൾ പഴയ നിയമത്തിലുണ്ട്. സാമുവലിന്റെ 2-ാം പുസ്തകം 12-ാം അധ്യായം. ദാവീദ് എന്ന് പറയുന്ന മഹാരാജാവ് തന്റെ സേനാനായകനായ ഉറിയയുടെ ഭാര്യയെ കെണിയിൽപ്പെടുത്തി സ്വന്തമാക്കി. അതായത് സേനാനായകനെ യുദ്ധമുന്നണിയുടെ മുൻനിരയിൽ നിർത്താൻ ഈ ദാവീദ് പറയുകയാണ്. അങ്ങനെ യുദ്ധത്തിൽ ആദ്യം തന്നെ സേനാനായകൻ മരിച്ചോളും.
അങ്ങനെ മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയായ ബത്ശബയെ, സുന്ദരിയായ ബത്ശബയെ സ്വന്തമാക്കാൻ പറ്റും. ഇതുപോലെ തന്നെ ചെയ്തു. ഈ ബത്ശബയെ സ്വന്തമാക്കി നാഥാൻ പ്രവാചകൻ വന്ന് വളരെ ശക്തമായ ഭാഷയിൽ ദാവീദിനെ, ഉന്നതനായ ദാവീദിനെ കൊട്ടാരത്തിലെത്തി കുറ്റപ്പെടുത്തുകയാണ്. ഈ കുറ്റപ്പെടുത്തൽ അവനെ എന്നും വേട്ടയാടിക്കൊണ്ടിരുന്നു. ദാവീദിനെ ദൈവമൊക്കെ തിരഞ്ഞെടുത്തതാണെങ്കിൽ കൂടി, ഉന്നതനാണെങ്കിലും അവന്റെ ജീവിതം മുഴുവൻ വേട്ടയാടിക്കൊണ്ടിരുന്നു. അതിന്റെ ഒരു പ്രകടമായ തെളിവാണ് മാനസിക സംഘർഷത്തിൽ നിന്ന് എഴുതിയ ഗാനമാണ് സങ്കീർത്തനം, സാം 51 സങ്കീർത്തനം. അതിങ്ങനെയാണ്: ദൈവമേ എന്നിൽ കനിയണമേ, എന്റെ പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഭൂമിയിൽ വീണ് കിടന്ന് ചാരമെടുത്ത് ചാക്കൊടുത്ത് പ്രാർത്ഥിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഓവർ. A person who takes it easy and enjoy another's wife endless curse fingers. குறள் 146. பகை, பாவம், அச்சம், பழி என 4 இகவாவாம் இல் இறப்பான் കൺ. ഇവിടെ രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ വാക്ക് ആദ്യം എടുക്കുകയാണ്. ഇൽ ഇറപ്പാൻ, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇൽ ഇറപ്പാൻ എന്ന് പറയുന്നുണ്ട്. ഇൽ അന്യന്റെ പത്നിയോട്, ഇറപ്പാൻ കൺ അവിഹിത ബന്ധം പുലർത്തവനിൽ നിന്ന്. ഇൽ ഇറപ്പാൻ കൺ, അങ്ങനെ പരസ്ത്രീയോട് അല്ലെങ്കിൽ അന്യന്റെ പത്നിയോട് കാമം കൊള്ളുന്ന ഒരുവനിൽ നിന്നും, അന്യന്റെ പത്നിയോട് അവിഹിത ബന്ധം പുലർത്തുന്നവനിൽ നിന്ന് ഈ 4 പക, ശത്രുത, പാപം, അച്ഛം, ഭയം, പഴി, ദുഷ്കീർത്തി എന്നിങ്ങനെയുള്ള 4 കുറ്റങ്ങളും ഇഹഭാവാം ഒരിക്കലും വിട്ടൊഴിയുകയില്ല. ഈ 4 അവനിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അവനെ വിട്ട് ഒരിക്കലും അവന്റെ ഭാവം മോചനം ഇതിന് അവന് ലഭിക്കില്ല എന്നാണ്. ഒന്നുകൂടി പറയാം. ഇല്ലിറപ്പാൻ കൺ എന്നൊരു ആദ്യത്തെ വരിയിലെ ആദ്യത്തെ വാക്ക്. പകൈ, പാവം, അച്ഛം, പഴി എന്ന 4 ഇഹവാവാം ഒരിക്കലും അവന് വിട്ടൊഴിയുകയില്ല. അന്യപത്നിയുമായി അധാർമിക ബന്ധം പുലർത്തുന്നവനെ പക, പാപം, പഴി, ഭയം എന്നീ 4 ഒരിക്കലും വിട്ടൊഴിയുന്നില്ല. അങ്ങനെയുള്ള ഒരു അധമനിൽ ധർമ്മകാംക്ഷികളായ മറ്റവരുടെയും സ്ത്രീയുടെ ഭർത്തൃബന്ധുക്കളുടെയും പക ഇടവിടാതെ തങ്ങി നിൽക്കുന്നു. ചെയ്യുന്ന പാപം ഒരു കാലത്തും വിട്ടൊഴിയുന്നില്ല. ഏത് നിമിഷവും താൻ അപകടത്തിലാവാം എന്ന ഭയം അയാളെ നിർവീര്യനാക്കുന്നു. നേരിട്ടും അല്ലാതെയും കേൾക്കുന്ന പഴി വേറെയും. ഇവിടെ പക കുടിപ്പകയായി മാറാനുള്ള സാധ്യതയും ചെറുതല്ല. പരതാരഗാമിയെ വിട്ടൊഴിയുവില്ലൊരു നാളും, പക, പാപം, പഴി, ഭീരുത, ഈ 4 കാര്യങ്ങളും. പകയും പാപവും പഴിയും ഭയവും, ഈ 4 കാര്യങ്ങൾ അന്യന്റെ ഭാര്യയെ പ്രാപിക്കുന്നവനിൽ നിന്നും വിട്ടൊഴിയുകയില്ല. ഇതിന് ഒരുപാട് മറ്റു സങ്കേതങ്ങളിലേക്കൊന്നും പോയി നോക്കേണ്ടതില്ല. സമീപകാലത്ത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ നമ്മൾ കൂട്ടിച്ചേർത്താൽ മതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടായിക്കൊള്ളട്ടെ, മറ്റ് പല സംഭവങ്ങളായിക്കൊള്ളട്ടെ, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിൽ ഉന്നത ശൃംഖങ്ങളിൽ നിന്നവരാവട്ടെ, ഇവർക്കൊക്കെ സംഭവിച്ചത് ഇത്തരത്തിൽപ്പെട്ട
സംഭവിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതൊരു നാളും വിട്ടൊഴിയുകയില്ല. ഓവർ. Grudge, sin, fear, blame. These 4 errors cling to one who desires another's wife. ഖുറാൻ 147. അറൻ ഇയലാൻ ഇൽവാழ்வான் என்பான் பிறன் இயலாள் பெண்மை நயாவாதவன். அறன் இயலான் இல்வாழ்வான் என்பாൻ പിറൻ ഇയലാൻ പെൺമൈ നയവാദവൻ. ഇവിടെയും വാക്കുകൾ ആദ്യം എടുക്കുന്നത് ആദ്യത്തെ വരിയിലെ പിറൻ, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വരുന്ന ആദ്യത്തെ വാക്ക് പിറൻ ഇയലാൾ. പിറൻ അന്യന്റെ, ഇയലാൾ ഇല്ലത്തിൽ വസിക്കുന്ന പത്നിയുടെ, അന്യന്റെ സംരക്ഷണത്തിലും വരുതിയിലും അവന്റെ മാത്രം സ്വത്തായി കഴിയുന്നവരുടെ, പെൺമൈ സ്ത്രീത്വത്തെ, നയവാദവൻ ആഗ്രഹിക്കാത്തവൻ. അത് ആരാണോ അറനിയലാൻ ധർമ്മം എന്ന മഹിമോടുകൂടി ഇൽവാழ்വാൻ என்பாൻ അർഹസ്ഥ്യം നയിക്കുന്ന ഉത്തമ ഗൃഹസ്ഥനായി അറിയപ്പെടുന്നു. ഇതുവരെയും അതിന്റെ ദുഷ്യഫലങ്ങളെയും ആ ഒരു മനുഷ്യൻ ഒരാൾ ഇങ്ങനെ കാമിച്ചാൽ ഉണ്ടാകുന്ന, അവന് വന്നു ഭവിക്കാവുന്ന ആ പഴയ പാവങ്ങളെ കുറിച്ചൊക്കെയായിരുന്നു പറഞ്ഞത്. ഇനി അതിൽ നിന്ന് മാറി ഒട്ടും തന്നെ ഇത് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ഒരാൾക്ക് എന്തൊക്കെയാണ് നന്മകൾ ഉണ്ടാകും, അല്ലെങ്കിൽ എങ്ങനെയാണ് അവൻ പ്രകീർത്തിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് അടുത്ത കവി പറയുന്നത്. ഒന്നുകൂടി പറയുന്നുണ്ട്. പിറൻ അന്യന്റെ പത്നിയുടെ സ്ത്രീത്വത്തെ ആഗ്രഹിക്കാത്തവൻ ധർമ്മം എന്ന മഹിമോടുകൂടി ആർഹസ്ഥ്യം നയിക്കുന്ന ഉത്തമ ഗൃഹസ്ഥനായി അറിയപ്പെടുന്നു. അന്യന്റെ സംരക്ഷണയിൽ അവന്റെ മാത്രം സ്വത്തായി കഴിയുന്നവരുടെ സ്ത്രീത്വം ഒട്ടും കാംക്ഷിക്കാതെ ധർമ്മനിഷ്ഠയിൽ ഉറച്ചു നിന്ന് ഗൃഹധർമ്മം ശരിയായി പാലിക്കുന്നവനത്രേ ഉത്തമ ഗൃഹസ്ഥൻ. അപരസ്ത്രീ കാംക്ഷയില്ലാതെ ധർമ്മിഷ്ഠനായി പുലരും ഗ്രഹസ്ഥനെ ധന്യൻ. 147 ഖുറൽ പറയുന്നു, അന്യന്റെ ഭാര്യയെ കാമിക്കാത്തവനാണ് ധർമ്മിഷ്ഠനായ ഗൃഹസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്നത്. നിയമാവർത്തന പുസ്തകം 5-ാമത്തെ അധ്യായം 21 വളരെ കൃത്യമായി പറയുന്നുണ്ട്, മോഹിക്കരുത്. മോഹം വലിയ അപകടകരമാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, 9-ാം പ്രമാണത്തിൽ സ്ത്രീയും 10-ാം പ്രമാണത്തിൽ വസ്തുക്കളെയും പറയുന്നുണ്ട്. രണ്ടും പെശകാണ്. അങ്ങനെയുള്ളവനെ, മോഹമില്ലാത്തവനെയാണ് ഒരു ഉത്തമനായ ഗൃഹസ്ഥൻ, ധർമ്മിഷ്ഠനായ ഗൃഹസ്ഥൻ, വീട്ടുകാരൻ എന്ന് വിളിക്കുക. ഓവർ. Pious family man is said to be one who never wishes others. 148. பிறன் மனை நோக்காதே பேராண்மை சான்றோர்க்கு அறனொன்றோ ஆண்ட ஒழுக்கு. പിറൻമനൈ അന്യന്റെ പത്നി. മനയിൽ നിന്നുള്ള വാക്കാണ് മനേവി. തമിഴിൽ പറയുന്നത് മനേവി. മന വീട്, ആ വീട്ടിൽ വസിക്കുന്നവൾ അല്ലെങ്കിൽ ആ സംരക്ഷണ കഴിയുന്നവൾ എന്നുള്ളതിൽ മനൈ മനേവി. പിറൻമനൈ അന്യന്റെ പത്നിയെ നോക്കാതെ പേരാൺമൈ, ആ നോക്കാതെ ദർശിക്കുക പോലും ചെയ്യാത്ത, നോക്കുക പോലും ചെയ്യാത്ത ഉത്തമ പൗരുഷം സാன்றോർക്ക് മഹത്തുക്കൾക്ക് അറനോൻരോ ധർമ്മം തന്നെയാകുന്നു. മാത്രമല്ല ആൻറ്റൊഴുക്ക് അങ്ങേയറ്റത്തെ സദാചാര ലക്ഷണവും അത് തന്നെ.
അന്യ പുരുഷന്റെ പത്നിയുടെ ആ വീട് പോലും, അവർ താമസിക്കുന്ന ആ വീട് പോലും നോക്കാൻ ഉള്ള ചിന്ത ഇല്ലാത്തവരുടെ ആണ് ഏറ്റവും മഹത്വമായ വ്യക്തിയായിട്ട് മാറാനുള്ള ഇത്. സദാചാരത്തിലും ധർമ്മത്തിലും മുന്നിൽ നിൽക്കുന്നവന്റെ ഇതാണെന്ന് പറയുന്നത്. അന്യപത്നിയെ കാമദീക്ഷമായ കണ്ണുകൾ കൊണ്ട് നോക്കുക പോലും ചെയ്യാത്ത ശ്രേഷ്ഠമായ പൗരുഷം കുഞ്ഞന്മാരുടെ ധർമ്മവും അവരുടെ ആചാരവുമാകുന്നു. ഭാഗ്യമായ പ്രലോഭനങ്ങളെ ചേർത്ത് നിൽക്കാൻ കരുത്തുള്ളവർക്ക് പോലും ഉള്ളിൽ നിന്നുള്ള കാമോത്സുകമായ തടുത്തു നിർത്താൻ പ്രയാസമാണ്. ആ അവസ്ഥയെയും മറികടക്കുന്ന ശ്രേഷ്ഠമായ പൗരുഷം തീർച്ചയായും വിജ്ഞന്മാരുടെ മാത്രം ധർമ്മവും സദാചാരവുമാണ്. പരപത്നിയെ നോക്കാത്ത പൗരുഷം വിജ്ഞന്മാർക്കത് ധർമ്മം, അത് സദാചാരം. സജ്ജനങ്ങളുടെ ഒരു നല്ല ആചാരം തന്നെയാണ് പരപത്നിയെ കാക്ഷിക്കാത്ത പൗരുഷം എന്നുള്ളത്. ഫസ്റ്റ് ജോൺ ചാപ്റ്റർ 2 വേഴ്സ് 16. ജഡത്തിന്റെ ദുരാശ, കണ്ണിന്റെ ദുരാശ, ജീവിതത്തിന്റെ അഹന്ത, ഇത് മൂന്നുമാണ് ഒരുവനെ തിന്മയിലേക്ക് നയിക്കുന്നത്. അതിൽ ഈ പറയുന്ന വിഷയം ജഡത്തിന്റെ ദുരാശയിൽ പെടുന്നു. അതിൽ പെടാത്തവനാണ് ഉത്തമനായ പുരുഷൻ. ഓവർ. Manhood devoid of desire in others' wife is ritual, along with the virtue of the gentle. 49. നലക്കുരിയാർ, ഖുറാൻ 149. നലക്കുരിയാർ യാറേനിൻ നാമനീർ വൈപ്പിൻ പിറർക്കുരിയാൾ തോൾ തോയാതാർ. ഇവിടെയും വാക്ക് ഞാൻ ആദ്യം എടുക്കുന്നത് 1, 2, 3 ആദ്യത്തെ വരിയിലെ മൂന്നാമത്തെ വാക്ക് നാമനീർ. നാമനീർ എന്ന് പറയുന്നത് വളരെ വിസ്തൃതമായ കടൽ. ആ കടൽ കൊണ്ട് ചുറ്റപ്പെട്ട, നമുക്ക് സൂര്യപര വാക്കാണ് വൈപ്പിൻ. ഇവിടെ ഉള്ളതാണ് വൈപ്പിൻ. ഇവിടെ പറയുന്നത് ഭൂമി എന്നുള്ളതാണ് മീനിങ്. ഇവിടെ പറയുന്നത് തിരുവള്ളർ പറയുന്നത് വൈപ്പിൻ എന്ന് പറഞ്ഞാല് ഭൂമിയിൽ, അത് വിസ്തൃതമായ കടലാൽ ചൂഴപ്പെട്ട ഭൂമിയിൽ എല്ലാ നന്മകൾക്കും ഉരിയാർ അർഹൻ ആരാണെന്ന് വെച്ചാൽ, യാർ യനിൻ ആരാണെന്ന് വെച്ചാൽ അവൻ പിറർക്ക് അന്യന് ഉരിയാൾ ഉടമപ്പെട്ടവളുടെ പരപത്നിയുടെ തോളുകളിൽ തോയാതാർ ചായാത്തവൻ മാത്രമാണ്. ഈ വലിയ ഭൂമിയെ ചുറ്റപ്പെട്ടിരിക്കുന്ന കടൽ, അതിൽ ഏറ്റവും മികച്ചവൻ അല്ലെങ്കിൽ ഉന്നതൻ ആരെന്ന് വെച്ചാൽ അന്യന്റെ പത്നിയുടെ തോളിൽ ചായാത്തവൻ, അല്ലെങ്കിൽ സഹിക്കാത്തവൻ എന്നുള്ള ഇതിലാണ് കവി പറയുന്നത്. ആഴവും പരപ്പുമേറിയ സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമിയിൽ സകല സൗഭാഗ്യങ്ങൾക്കും അർഹനായിട്ടുള്ളത് ആരാണെന്ന് ചോദിച്ചാൽ അവൻ പരപത്നിയുടെ തോൾ പുൽകാൻ ഇച്ഛിക്കാത്തവർ മാത്രമാണ്. ഈ ലോകത്തിലെ സകല ക്ഷേമ ഐശ്വര്യങ്ങൾക്കും ഒരേ ഒരു അവകാശി അവനാകുന്നു. നലക്കുരിയാർ യാരനിൻ, എല്ലാ നലം എന്ന് പറയുന്നത് ക്ഷേമമാണ്. അത് നലക്കുരിയാർ, ഈ ലോകത്തുള്ള എല്ലാ നമ്മൾക്കും ഉടമസ്ഥൻ, അവകാശി ആരാണെന്ന് വെച്ചാൽ യാറിയനിൻ നാമനീർ വൈപ്പിൻ. നാമനീർ വൈപ്പിൻ, കടലാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ പിറർക്കുരിയാൻ തോൾ തോയാതവർ, മറ്റ് ഒരു അന്യന്റെ ഭാര്യയുടെ തോളിൽ ശയിക്കാത്തവൻ. കടൽ ചൂഴും ഉലകിതിൽ സകല ഭാഗ്യത്തിനും പരതാര വിമുഖനേ അർഹൻ.
സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ ഭൂമി, അതായത് വളരെ ആഴമാണ്, കയമില്ലാത്ത ഇടമാണ് ആഴി. അതിനാൽ ചുറ്റപ്പെട്ട ഈ ഭൂമിയിൽ നന്മയുടെ അവകാശികളായി മാറുന്നത് മറ്റുള്ളവർക്ക് സ്വന്തമായുള്ള തോൾ തലോടാത്ത ആളുകൾ ആണ്. അലങ്കാരികമായി പ്രയോഗിച്ചിരിക്കുകയാണ്. എനിക്ക് സ്വന്തമല്ലാത്ത മറ്റൊരാളിന്റെ തോള് തലോടാൻ പാടില്ല. എബ്രായ ലേഖനം ചാപ്റ്റർ 13:1 മുതൽ ഇങ്ങനെ ഒരു വാക്യം നമുക്ക് കാണുവാൻ സാധിക്കും. വ്യഭിചാരം രണ്ട് വ്യക്തികൾ, അത് ദമ്പതി ആയിക്കൊള്ളട്ടെ, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല, ദൈവവുമായുള്ള ഉടമ്പടിയുടെ ലംഘനമാണ്. വ്യഭിചാരി ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ചുറ്റുപാട് വെള്ളം പോലെ ഒരുപാട് തരം വൈതരണികൾ ഉണ്ടെങ്കിലും അവൻ രക്ഷപ്പെടുക തന്നെ ചെയ്യും, ഇത്തരം വിപത്തിൽ പെടാതെ നിൽക്കുകയാണെങ്കിൽ. ഓവർ. In this earth surrounded by the sea, who do not pat on shoulders of another's lady, is deserving to be called the virtuous. 180. குறள் 150. அரண் வரையான் அல்ல செய்யினும் பிறன் வரையாள் പെൺമൈ നയവാമൈ നன்று. അവിടെയും ഒരു പ്രാസം വരുന്നുണ്ട്. അറൻ വരയാൻ, പിറൻ വരയാൾ. ഇന്നും ഇള്ളും ഉള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അറൻ വരയാൻ, അറം ധർമ്മത്തെ, വരയാൻ തനിക്ക് ഭാഗമല്ലാത്ത ഒന്ന് എന്ന നിലയിൽ നിരസിച്ച്, അല്ല പുണ്യം അല്ലാത്തതുകളെ, പാപങ്ങളെ, ചെയ്യിനും തുടരെ ചെയ്യുന്നവനായാലും. അതായത് ധർമ്മം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല, വേറെ പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും അതിനും പ്രശ്നമില്ല. അത് ചെയ്യാതെ ഇരിക്കണമെങ്കിൽ പോലും അവന് പിറൻ വരയാൾ, അന്യന്റെ വരിയിൽ നിൽക്കുന്നവരുടെ പരപത്നിയുടെ പെൺമൈ, സ്ത്രീത്വത്തെ, നയവാമൈ ഇച്ഛിക്കായിക എന്ന ഗുണം ഉണ്ടാവുകയാണെങ്കിൽ നன்று, അത് അഭിലഷണ തന്നെ. അവൻ ഈ ഒറ്റ സ്വഭാവം അവനില്ല എന്നുണ്ടെങ്കിൽ അന്യ പുരുഷന്റെ പത്നിയെ കാമിക്കുകയോ നോക്കുകയോ അല്ലെങ്കിൽ ആ ചിന്തയോ മനസ്സിലില്ലാത്തവനാണ്. പക്ഷെ അയാൾ ധർമ്മം ചെയ്യുന്നില്ല, പുണ്യകർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല എങ്കിൽ പോലും അവൻ ഈ ഒറ്റ സ്വഭാവ ഗുണമുള്ളത് കൊണ്ട് ഉന്നതനായിട്ട് നമുക്ക് അവനെ കൽപ്പിക്കാം. ചെയ്യുന്നതെല്ലാം ധർമ്മത്തിന് നിരക്കാത്ത പാപകർമ്മങ്ങൾ തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു കഷ്മലനായാലും അവൻ അന്യപത്നിയുടെ ചാരിത്രം കവരുന്നില്ല എങ്കിൽ അത് തന്നെ ധാരാളം മതി. അവന്റെ എല്ലാ പാപകർമ്മങ്ങളും ഈ ഒരു സദ്ഗുണം കൊണ്ട് ക്ഷമിച്ചു കിട്ടുന്നു. അവസാനം കവി രമേശനാർ പറയുന്നുണ്ട്, പാപങ്ങളിൽ വെച്ച് ഏറ്റവും അടുത്ത പാപം പരധാര ശക്തി തന്നെ. ധർമ്മനിഷേധിയായി മുറ്റും പാപ പങ്കിലനാകിലും പരസ്ത്രീ സ്പർശനം കൂടാതുയർ വാഴുന്നതുത്തമം. ഒരാൾ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് ഒരു ധർമ്മവും ചെയ്യുന്നില്ലെങ്കിൽ പോലും മറ്റൊരുവന്റെ ഭാര്യയെ കാക്ഷിക്കാതിരിക്കുക എന്നത് മാത്രം ചെയ്താൽ അത്രയും നന്ന്. ഇവിടെ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, ഒരു പക്ഷേ മനുഷ്യന്റെ ഒരു അഭിവാഞ്ഛയാണ്
ഇത്തരത്തിലുള്ള മോഹവും താല്പര്യങ്ങളും. ഇതിനെ കൂച്ചുവലങ്ങിടാൻ ഒരിക്കലും ദൈവം പറയുന്നില്ല. ചിലർക്ക് അങ്ങനെ ഒരു ധാരണയുണ്ട്. അങ്ങനെ പറയുന്നില്ല. മനുഷ്യന്റെ ഈ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് സൃഷ്ടികർമ്മം തന്നെ നിർവഹിച്ചത്. എങ്ങനെ? പുരുഷന് തുണയായി ഇവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ടുകൊണ്ട് അവനൊരു സ്ത്രീയെ നൽകുകയാണ്. അതാണ് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18 പറയുന്നത്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല, ചേരുന്ന ഇണയെ ഞാൻ നൽകും. അതുകൊണ്ട് ഈ ഭൂമിയിൽ ആവശ്യമുള്ളവർക്കെല്ലാം വിവാഹം ചെയ്യാൻ സാധിക്കും. അതിനുള്ള ലോകം നിശ്ചയിക്കുന്ന നിയമങ്ങളും ജീവിക്കാനും ഒരു പങ്കാളിയെ പോറ്റാനുള്ള പ്രാപ്തിയുമൊക്കെ ഉണ്ടെങ്കിൽ ഒരാൾക്ക് വിവാഹം കഴിക്കുന്നതിന് ഒരു മതവും ഒരു ജാതിയും ഒരു നിയമവും എതിരല്ല. പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ള വേണ്ടാധീനങ്ങൾക്ക് പോകുന്നത്? ആ അർത്ഥത്തിലാണ് ഈ ഖുറൽ പഠിപ്പിക്കുന്നത്. ഒരു ധർമ്മവും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇത്തരത്തിലുള്ള ഒരു വിനയിൽ പെടാതിരുന്നാൽ മതി. വളരെ സുന്ദരമാണ്. ഈ കാലഘട്ടത്തിനും എല്ലാ കാലഘട്ടത്തിനും ആവശ്യമായ വളരെ കൃത്യമായ ഒരു പ്രായോഗിക നിർദ്ദേശം. ഒരു പടിയുടെ ഉയർന്ന് കുടുംബത്തിന്റെ, കുടുംബജീവിതത്തിന്റെ, കുടുംബ ബന്ധത്തിന്റെ പവിത്രതയെ സൂചിപ്പിക്കുന്ന ഒരു ഖുറൽ കൂടിയാണിത്. നമുക്കെല്ലാവർക്കും ഇതിന്റെ അന്തസത്ത ഉൾക്കൊള്ളാം. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നന്ദി. ഓക്കെ സാർ, താങ്ക് യു. വളരെ അർത്ഥവത്തായ കുറെ മൂല്യങ്ങൾ ഖുറാനിൽ നിന്നും അതുപോലെ തന്നെ ബൈബിളിൽ നിന്നും ഒക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും നമുക്ക് ഇതിനെക്കുറിച്ച് ചർച്ചകളിലേക്ക് പോകാം. അനിവിന്ദ ഫ്രീ ആണോ? ആദി ഭഗവാൻ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു സർ. ആദ്യമായിട്ട് ഇതിന് എഫേർട്ട് എടുക്കുന്ന മോഹൻദാസ് സാറിനും അതേപോലെ കൂടെ കട്ടക്ക് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന ജോഷ് സാറിനും സാബു സാറിനും ഒരു വലിയ നന്ദി പറയാണ്. അപ്പൊ ഇന്ന് വളരെ മനോഹരമായിട്ട് പിറനിൽ പിഴയാമൈ ഓക്കെ. അപ്പൊ ആ ഒരു ചാപ്റ്റർ വളരെ മനോഹരമായിട്ട് സാറ് 10 ഖുറലുകൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. അപ്പൊ അതില് എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ആദ്യം ജോഷി സാറ് പറഞ്ഞ, അതായത് പരസ്ത്രീ ബന്ധം മാത്രമല്ല, അത് ഓപ്പോസിറ്റുള്ള കാര്യം കൂടിയും അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഇപ്പം പുരുഷന്റെ തെറ്റ് മാത്രം ചൂണ്ടിക്കാണിച്ചാൽ പോരാ, സ്ത്രീക്കും ഇതൊക്കെ ആപ്ലിക്കബിൾ ആണെന്നുള്ളത് അതൊരു വാലിഡ് പോയിന്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായി. അതേപോലെ മറ്റൊരു കാര്യം എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ മറ്റൊരു കാര്യം, നമ്മളിപ്പോ ഇത് ഇങ്ങനെ ചെയ്യുന്നതിനെ പറയുന്നതിനേക്കാളും നമ്മളുടെ മനസ്സിൽ ആ തോട്ട് ഉണ്ടാവുന്നത് പോലും നമ്മൾ പാപം ചെയ്യുന്നതിന് തുല്യമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോ ചിന്ത പോലും, അത് പ്രവൃത്തിയിലൂടെ വന്നില്ലെങ്കിലും ചിന്ത പോലും നമ്മൾ മനസ്സിൽ വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞത് വളരെ പ്രാധാന്യമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. അതേപോലെ ഇതിന്റെ കൂടെ ആഡ് ചെയ്ത എല്ലാ സ്റ്റോറീസും, അത് ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നുള്ള കഥകളാണെങ്കിലും ജോഷി സാറ് സങ്കീർത്തനങ്ങൾ അല്ലെങ്കിൽ ബൈബിളിൽ നിന്നുള്ള കോട്സ് അത് എടുത്ത് പറഞ്ഞാണെങ്കിലും അതിലുള്ള കഥകൾ പറഞ്ഞാണെങ്കിലും നമുക്ക് ഇതിലുള്ള കൺസെപ്റ്റ് കൂടുതൽ ബൗണ്ടഡ് ആവാൻ അല്ലെങ്കിൽ അത് അത്രയും നല്ല ഫൗണ്ടേഷൻ ഉണ്ടാവാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കഥകളാണ്. അപ്പോൾ അതൊക്കെ കൂട്ടിച്ചേർക്കുന്നതിനോട് നിങ്ങളോട് അത്രയും നന്ദി പറയുകയാണ്. അപ്പൊ ഇത്രയും മനോഹരമായത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന 3 പേർക്കും എൻ്റെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. താങ്ക് യു. ഓക്കെ, then ആദി ഭഗവാൻ. സാർ നമസ്കാരം. ഇന്നത്തെ പ്രോഗ്രാം വളരെ ഗംഭീരമായിരുന്നു. മോഹൻദാസ് സാറിൻ്റെ തിരുക്കുറളിനെ കുറിച്ചുള്ള ഒരു പ്രസൻറ്റേഷൻ
അതുപോലെ ജോസി സാറ് അതിന് ബൈബിളിലിരുന്ന് കോട്ട് ചെയ്തത് വളരെ മനോഹരമായിരുന്നു. അതുപോലെ സാബു സാറ് ഇംഗ്ലീഷ് വെർഷൻ എനിക്ക് വളരെ ഒരു ഷാർപ്പായിട്ട് തോന്നിയത്. നമ്മൾ മലയാളത്തിലുള്ളതെങ്കിലും ചെറിയ രീതിയിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇംഗ്ലീഷിലുള്ളത് ഈ നെറ്റിയിൽ അടിച്ചതുപോലെ ഉള്ള ഒരു നല്ല ഒരു പഞ്ചായിരുന്നു. കൊള്ളാം സാർ, എല്ലാത്തിനും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് നന്ദി. ഓക്കെ സാർ, താങ്ക് യു. ജോർജ് സാർ കേൾക്കാമോ? സ്നേഹത മാം, റോയ് സാർ, ഗോപകുമാർ സാർ. ജോർജ് സാർ പറയൂ. സാറേ, താങ്ക് യു. മോഹൻദാസ് സാർ, പ്രത്യേകം Yes, sir. അഭിനന്ദനം. ജോഷി സാറിനും ഉണ്ട് ആ കൂട്ടത്തിൽ. അതുപോലെ സാബു സാറ് തന്ന ഈ വേദി വാസ്തവത്തില് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പേ അവര് ഒക്കെ എഴുതി വെച്ചത് കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക്, വരും തലമുറകളുടെ സുസ്ഥിരമായ നിലനിൽപ്പിന് ഉതകുന്ന മാർഗനിർദ്ദേശങ്ങൾ തന്നെയാണ് അല്ലേ? അലങ്കോലമാകാതെ ഇതേ പ്രശ്നം തന്നെ പറഞ്ഞാണല്ലോ കത്തിക്കുത്തും, കൊലപാതകങ്ങളും, ആസിഡ് ഒഴിക്കലും ഒക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന, ഒളിച്ചോടലും എല്ലാം കുഞ്ചൻ നമ്പ്യാര് പാടി ഇതുപോലെ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധം ലകിൽ സുലഭം. ഇത് പക്ഷെ എന്തോ ദൈവ സൃഷ്ടിയില് ഒരു മനുഷ്യനും പൂർണ്ണനല്ല, ഒരു പുരുഷനും പൂർണ്ണനല്ല, ഒരു സ്ത്രീയും പൂർണ്ണത. പൂരിപ്പിക്കാൻ പൂർണ്ണതയ്ക്ക് വേണ്ടി മറ്റൊന്നിനെ പ്രാപിക്കണം എന്നുള്ളതാണ് ആ സൃഷ്ടിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ എത്ര നിയന്ത്രിക്കണം. ഇപ്പൊ ഇതുപോലുള്ള വേദോപദേശങ്ങളൊക്കെ കേട്ട് സനാതന ധർമ്മങ്ങളൊക്കെ നിറച്ച് അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയാലും ശരി, ഈ ജഡം ബലഹീനമാണ് എന്ന് പറയുന്ന പോലെ നമുക്കത് വിസ്റ്റാൻഡ് ചെയ്യാനുള്ള പവറൊക്കെ കുറവാ. അസുഖത്തിൽ മനുഷ്യന് അത്ര ദുർബലനാണ് എന്ന് നമ്മുടെ ജീവിതം തന്നെ നോക്കുക. വീണ്ടും പിന്നെ ഒന്ന് തിരുത്തുക. ചെളി ചവിട്ടിയാൽ, ചെളി പുരണ്ടാൽ അത് കഴുകും ഇല്ലേ? അങ്ങനെ കഴുകി നടക്കുക എന്നുള്ളതല്ലാതെ എന്ത് തോന്നാനാ? ഒരുപക്ഷെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇത് 100% പൂർണ്ണമായിരിക്കാം, ശരിയുമായിരുന്നിരിക്കാം, പ്രായോഗികമായിരുന്നിരിക്കാം. പക്ഷെ ഇന്നത്തെ തലമുറ, ഇന്നത്തെ കാലം മാറി. പലതും തിരുത്തപ്പെടുന്ന കൂട്ടത്തിൽ ഇത്തരം സങ്കല്പങ്ങളും തിരുത്തപ്പെട്ടു പോകുന്നില്ലേ, അല്ല പോകേണ്ടതല്ലേ എന്നൊക്കെ ഞാൻ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതൊക്കെ കാലഹരണപ്പെട്ട നിയമങ്ങളാണ് പലതും. കാരണം വെച്ചാൽ ഇന്നൊന്നും പ്രായോഗികമല്ല. അപ്പോ അത് ഏത് വേണം, എങ്ങനെ വേണമെന്നൊന്നും പറയാനുള്ള ആധികാരികതയില്ല. പോരെങ്കിൽ നമ്മളുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു നല്ല കാലഘട്ടമൊക്കെ കഴിഞ്ഞ് വെച്ചിരിക്കുമ്പോൾ ഇതൊക്കെ കേട്ട് ഇങ്ങനെ മുക്കിയും മൂടിയൊക്കെ കഴിഞ്ഞുകൂടേണ്ട കാലമായി. അപ്പൊ പിന്നെ അതിനോട് പൊരുത്തപ്പെടാം. എന്തായാലും സാറേ, മോഹൻദാസ് സാർ ഓരോ ദിവസവും ഒരു വലിയ വെളിച്ചമാണ് ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. ഈ പ്രകാശം ഇനിയും പരക്കട്ടെ. എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സാർ. തീർച്ചയായും. റോയ് സാർ, സേവത മാം, ഗോകുമാർ സാർ ആരെങ്കിലുണ്ടോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ മോഹൻദാസ് സാർ, അടുത്ത ആഴ്ച എന്താണ്? അടുത്ത ആഴ്ചയിലെ ക്ഷമ, നമുക്കില്ലാത്തതാ അല്ലേ? ഫോർബിയറൻസ്. പുറൈ ഉടൈമൈ. യെസ്. അതായത് മനഃപൂർവമായോ അറിയാതെയോ ഒരാൾ തന്നോട് ചെയ്യുന്ന ദ്രോഹം, അറിഞ്ഞോ യാദൃച്ഛികമായോ ഒരാളിൽ നിന്നുണ്ടാകുന്ന ദുഷ്പ്രവൃത്തി, ഇവയെല്ലാം മറിച്ച് അങ്ങോട്ടും ചെയ്യാതെ അപ്പോൾ തന്നെ ക്ഷമിക്കുക, എല്ലാം സഹിക്കുക. പരതാര വൈമുഖ്യത്തോളം തന്നെ പ്രധാനമാകുന്നു സഹനീയത എന്ന മഹത്തായ ഗുണം. അതിനെ കുറിച്ചാണ് അടുത്താണ് പറയുന്നത്. ക്ഷമ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ഷമയെ കുറിച്ച് അടുത്ത ആഴ്ച പരീക്ഷിക്കും. ജോർജ് സാറിന് കുറച്ച് കഥകളൊക്കെ കൊണ്ടുവരും കേട്ടോ, ബൈബിളിൽ നിന്ന്. ജോർജ് സാറേ, ജോർജ് സാർ തിരിച്ചെത്തിയോ? ഇല്ല, 30-ാം തീയതി തിരിച്ചെത്തും. ഓ ശരി, വെരി ഗുഡ്. ആളിച്ചിരി വെളുത്തിട്ടുണ്ടല്ലേ? ഓ, നന്നായിട്ടുണ്ട്. അതെ, ചിലര് പറയുന്നു നന്നായി എന്ന്, ചിലര് പറയുന്നു മെലിഞ്ഞു എന്ന്.
എന്താണോ അറിയില്ല. നന്നായിരുന്നു. നാട്ടിൽ വന്നിട്ട് ഒക്കെ നോക്കാന്ന് ഇത്രയും വിചാരിച്ചിരിക്കുന്നു. മതി, ഇത്രയും മതി, ഇത്രയും മതി. Correct. മെലിഞ്ഞ് Thank you, നന്നായി. sir. അതെ അതെ മെലിഞ്ഞ് നന്നായി. നന്നായി. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സാർ, മോഹൻദാസ് സാർ, ജോഷി Okay. സാർ, Okay. ബഹുമാൻ സാർ, ധന്യവാദം. അജിത് ഭഗവാൻ, എല്ലാവർക്കും നന്ദി. നാളെ നമുക്ക് പുതിയ വെള്ളവുമായിട്ടുള്ള വിഷയം കേൾക്കാം മനോജ് സാറിൽ നിന്ന്. See you and good night. Good night.